കത്തോലിക്ക കോൺഗ്രസിൻ്റെ 108ാമത് ജന്മവാർഷികവും അതോടൊപ്പം തന്നെ സാമുദായിക സമ്മേളനവും ഇന്നിവിടെ നടക്കുകയാണ്. 1,00,000-ലധികം പേർ പങ്കെടുക്കുന്ന വലിയൊരു മഹാറാലിയും ഇന്ന് കണ്ണൂർ നഗരത്തിലുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റായ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ സാറാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു വാർഷിക സമ്മേളനം, 108ാമത് ജന്മവാർഷികം, അതോടൊപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന വലിയൊരു മഹാറാലിയും അതിനെ തുടർന്നുള്ള പൊതുസമ്മേളനവും, എങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു മഹാസംഗമത്തെ കാണുന്നത്? കത്തോലിക്ക കോൺഗ്രസ് നമ്മളുടെ സമുദായത്തിൻ്റെ ഔദ്യോഗിക സമുദായ സംഘടനയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ നാളുകളിലെല്ലാം ജനകീയമായിട്ടുള്ള പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ട് ഇടപെടുകയും പല കാര്യങ്ങളിലും വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഭിന്നശേഷി നിയമനത്തിൻ്റെ പേരിൽ അധ്യാപകരുടെ നിയമനം തടഞ്ഞു വെച്ച കാര്യങ്ങളിൽ, വന്യമൃഗ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിലൊക്കെ കത്തോലിക്ക കോൺഗ്രസ് നിരന്തരമായിട്ട് പോരാട്ടം നടത്തി വലിയ വിജയം നേടുകയുണ്ടായി. ഇന്നിപ്പോൾ നമ്മൾ ഈ സമുദായ ശക്തീകരണ സംഗമത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന കാലഘട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ നയങ്ങൾ രൂപീകരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് കത്തോലിക്ക കോൺഗ്രസിനെ ആവശ്യപ്പെടുവാനായിട്ടുള്ളത്, ഈ സമുദായത്തിൻ്റെയും കർഷകരുടെയും പ്രതിസന്ധികളെ നിങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുവാനായിട്ട് ഈ സമുദായം സന്നദ്ധമാണ്, സജ്ജമാണ്. അതിനായിട്ട് ഈ സമുദായം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ വിഷയങ്ങളിൽ, സമുദായം അവഗണിക്കപ്പെടുന്ന മേഖലകളിൽ രാഷ്ട്രീയ പാർട്ടി കൃത്യമായിട്ട് സമുദായത്തിന് അനുകൂലമായിട്ട് നിലപാടുകൾ എടുക്കണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കേണ്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇന്നത്തെ ഈ സമുദായ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, വന്യമൃഗ പ്രശ്നത്തിൽ നിരന്തരമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ദേശീയ വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾക്കകത്ത് ആളുകളുടെ ജീവനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മലയോര കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുവാനായിട്ട് സാധിക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യും. ഈ നാളുകൾ നമുക്കറിയാം, നമ്മളുടെ യുവജനങ്ങൾ ഈ നാട്ടിൽ നിന്ന് അന്യനാടുകളിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ഈ നാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവശേഷി നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ വിഷയം നമ്മൾ പല പ്രാവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നിസ്സംഗമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന സംരംഭങ്ങൾ തന്നെ വളരെ പരിമിതമായ രീതിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, പിൻവാതിൽ നിയമനങ്ങൾ വളരെ തകൃതിയായിട്ട് നടക്കുന്നു. നീതി നമ്മളുടെ യുവജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് അവരിവിടുന്ന് പലായനം ചെയ്ത് നിർബന്ധിതമാകുന്നു. ഈ വിഷയം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, മതസൗഹാർദ്ദത്തിന് ഏറ്റവും പേരുകേട്ട ഒരു നാടാണ് നമ്മളുടെ കേരളവും ഭാരതവും. പക്ഷേ എന്തുകൊണ്ട് ഈ നാളുകളിലൊക്കെ ചില സ്പർദ്ധകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നുണ്ട്? ചില ആളുകൾ ബോധപൂർവ്വം സൃഷ്ടിക്കുന്നതാണ്. ഒരുപക്ഷെ ചില രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി നടക്കുന്ന ചില പ്രീണനങ്ങളോ ചില ആവശ്യമില്ലാത്തുള്ള ചില ഇടപെടലുകളൊക്കെ ആയിരിക്കാം. അത് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. മതസൗഹാർദ്ദത്തിനും മാനവ സൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊള്ളുവാനായിട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. വളരെ ഏകോദര സഹോദരങ്ങളെപ്പോലെ നമ്മളുടെ നാട്ടിൽ ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം. അതിനുവേണ്ടിയിട്ടുള്ള ഒരു തുടക്കം എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്ന് മതസൗഹാർദ്ദത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒരു മാനം തുറന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ഐക്യത്തിൻ്റെ സന്ദേശം കൂടിയാണ് ഈ സമുദായ ശക്തീകരണ സംഗമത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മറ്റ് പല വിഷയങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ നമ്മളുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. ഇത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ലക്ഷ്യമാക്കി കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ തന്നെ 108 വർഷമായി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ തന്നെ എല്ലാ ആളുകൾക്കും നീതി ലഭ്യമാകുവാനുള്ള ഒരു പോരാട്ടം നമ്മൾ ഈ സമുദായ ശക്തീകരണ സംഗമത്തിൽ തുറക്കുകയാണ്. അത് ഈ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കർഷകരുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും നീതി ലഭ്യമാകുന്നതിനോട് ഞങ്ങൾ മുന്നണിയിലുണ്ടാകും. പക്ഷേ കത്തോലിക്ക സമുദായത്തിൻ്റെ അവകാശങ്ങൾ മറന്നു പോകുവാനായിട്ട് ആരും തയ്യാറാകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള അഭ്യർത്ഥനയും ഈ സമുദായ ശക്തീകരണ സമ്മേളനത്തിൻ്റെ റാലിയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. ഇന്ന് നടക്കുന്ന ഈ 1,00,000 പേര് പങ്കെടുക്കാൻ പോകുന്ന ഏകദേശം അത്ര മഹാറാലി, ഇത് സമുദായത്തിൻ്റെ വലിയൊരു ശക്തി പ്രകടനം തന്നെയായിരിക്കും. ഒറ്റക്കെട്ടായ കൂട്ടായ ഒരു ശക്തി പ്രകടനം. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഇലക്ഷൻ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഈ ഒരു സമുദായം ഒറ്റക്കെട്ടാണ് എന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ശക്തി പ്രകടനം എന്നുള്ള വാക്കൊന്നും ഇത് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ സമുദായത്തിൽ ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിയുവാനായിട്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുണ്ട്.
ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ സമയത്ത് തന്നെ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ടുള്ള പ്രത്യേകമായ കാര്യം ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമുദായം ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു പ്രഖ്യാപനം തീർച്ചയായിട്ടും നമ്മളുടെ ഈ സമുദായ സമ്മേളനത്തിൽ ഉണ്ടാകും. അത് നമ്മുടെ സമുദായത്തിൻ്റെ ഐക്യമാണ്. ആ തലത്തിലേക്ക് നമ്മളുടെ ആളുകൾ കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ മറ്റ് വ്യത്യാസങ്ങളില്ലാതെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹം, ഒരു ജനതയായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം ഈ സമ്മേളനത്തിൽ നടക്കും.